ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ചെമ്മനെ പോയിന്റ് ഇന്നത്തെ പുതിയൊരു എപ്പിസോഡ് വീഡിയോയിലേക്ക് സ്വാഗതം. എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നമ്മുടെ രേവതി ശരത്തിനോടായിട്ട് ഭയങ്കരമായിട്ട് തന്നെ ഉപദേശിക്കുകയാണല്ലോ. ആന്റണിയോടുള്ള കമ്പനി ഒന്നും വേണ്ട, അവനുമായിട്ടുള്ള കമ്പനി നിന്റെ നാശത്തിലേക്ക് നയിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശരത്ത് പറയുന്നത്, എന്തായാലും ചേച്ചിയുടെ ഹസ്ബൻഡ് അത്ര മോശക്കാരനല്ല എൻ്റെ ആന്റണി ഏട്ടൻ എന്ന് പറയുന്ന സമയത്ത് നീ എന്താ പറഞ്ഞതെന്ന് രേവതി ചോദിക്കുന്നുണ്ട്. ചേച്ചി എന്നോട് ദേഷ്യപ്പെടുന്നു വേണ്ട, ചേച്ചി ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാൻ പറഞ്ഞുകൊണ്ട് ശരത്തിന്റെ കയ്യിലുള്ള ആ ഒരു വൈറലായ വീഡിയോ രേവതിയെ കാണിച്ചു കൊടുക്കാൻ കേട്ടോ. അതിനകത്ത് നമ്മുടെ സച്ചി ബാറിലേക്ക് കയറുന്നതും കുപ്പിക്കായിൽ പിടിക്കുന്നതും മദ്യമൊഴിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ആന്റണി തയ്യാറാക്കിയ വൈറലായ വീഡിയോ അത് അതുപോലെ തന്നെ രേവതി കാണുകയാണ്. രേവതിക്ക് അത് വലിയ ഷോക്കാവുകയാണ് കേട്ടോ. അതിനുശേഷം ദേവു ആ ഒരു ഫോൺ മേടിച്ചെടുക്കുന്ന സമയത്ത് ജസ്റ്റ് വീഡിയോ ഒന്ന് കാണുന്നുള്ളൂ. ആ ഒരു സമയം തന്നെ ശരത്ത് ഫോൺ തട്ടിപ്പറിച്ച് മേടിച്ചിട്ട് പറയും, മതി മതി കണ്ടത്, ഇനിയെങ്കിലും എന്നെ ഉപദേശിക്കുന്ന നിർത്ത്. നിങ്ങളുടെ ഭർത്താവിനേക്കാൾ എത്രയും നല്ലവനാണ് എൻ്റെ ആന്റണി ചായൻ. മാത്രമല്ല ആന്റണി ചേട്ടൻ കൂട്ടുകെട്ടുകൊണ്ട് എനിക്ക് യാതൊരു ദോഷവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ ശരത്ത് പറയുന്ന സമയത്തും രേവതിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല കേട്ടോ. ആ ഒരു സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് അവൻ നന്നായി എന്നാണ് കരുതിയത്, അവൻ വീണ്ടും വെള്ളമടി തുടങ്ങിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ദേവു ആണെങ്കിൽ സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് ശരത്ത് വീണ്ടും സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി പറയുന്നുണ്ട് മതി ശരത്തെ, മതി നിർത്ത് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ ശരത്തും സംസാരം നിർത്തുന്നില്ല. ശരത്ത് പറയുക, എന്നെ കണ്ടാലും ആന്റണി ചേട്ടനെ റോട്ടിൽ വെച്ച് കണ്ടാലും ഏത് സമയത്ത് ചേച്ചി ഉപദേശിച്ചുകൊണ്ടിരിക്കുന്നല്ലേ, നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് കുറച്ചേരം ഉപദേശിക്കാൻ നോക്കുക എന്നൊക്കെ ഇങ്ങനെ ശരത്ത് പറയുന്ന സമയത്ത് രേവതിക്ക് സങ്കടം അടക്കാനാവുന്നില്ല. രേവതി കരഞ്ഞുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് പോകുന്നത്. എന്നാൽ ശരത്താകട്ടെ തന്റെ ലക്ഷ്യങ്ങളെല്ലാം സാധിച്ചു എന്നുള്ള വളരെയധികം സന്തോഷത്തോടെ തന്നെ അവിടെ നിൽക്കുകയാണ്. പിന്നീട് കാണിക്കുക നമ്മുടെ സച്ചി ഒരു ഓട്ടം പോവുകയാണ്. പിന്നിലിരിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവുമാണ്. ഭാര്യയാണെങ്കിൽ ഫുൾ ടൈം ഫോണിൽ നോക്കി റീൽസ് കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെയാണ് പോകുന്നത്. കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇവരുടെ മുഖഭാവം വേഗം മാറിയതിനു ശേഷം തന്റെ കയ്യിലെ ഫോണിൽ നിന്ന് ഒരു വീഡിയോ ഈ ഭർത്താവിന് കാണിച്ചു കൊടുക്കുകയാണ്. അത് കണ്ടതിന് ശേഷം ഇരുവരും സച്ചിയെ നോക്കുകയാണ്. ആ ഒരു സമയത്ത് സച്ചി ദാഹിച്ചിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയായിരിക്കും. പെട്ടെന്ന് ഇദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്നത് ഈ വീഡിയോയിൽ കാണുന്നത് ഇയാൾ തന്നെയാണെന്ന് തോന്നുന്നത്, ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരും സൂക്ഷിച്ച് തന്നെ നോക്കുകയാണ് സച്ചിനെ. നമ്മുടെ സച്ചിയുടെ പേരിൽ ഇറങ്ങിയ ആ ഒരു വീഡിയോ വളരെയധികം വൈറലായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ഇദ്ദേഹം പറയുന്നുണ്ട് താനൊന്ന് വണ്ടി നിർത്തിക്കുക എന്ന് പറയുന്ന സമയത്ത് എന്താ സാർ സ്ഥലം എത്തിയില്ല, പിന്നെ എന്തിനാ വണ്ടി നിർത്താൻ പറയുന്നതെന്ന് സച്ചി ചോദിക്കുന്ന സമയത്ത് സ്ഥലമൊന്നും എത്തുമൊന്നും വേണ്ട, ഞങ്ങൾ ഇവിടെ തന്നെ ഇറക്കി വിട്ടേര്, തൻ്റെ കൂടെ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ എത്തേണ്ട സ്ഥലത്ത് എത്തുകയില്ല, ഞങ്ങൾ പരലോകത്ത് എത്തുമെന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങി പോകുന്നത്. അപ്പൊ സച്ചിക്ക് കാര്യം എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അതിനുശേഷം കാണിക്കുന്ന രവിയാണ്. രവി പത്രം വായിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്താണ് ചന്ദ്ര അങ്ങോട്ടേക്ക് വരുന്നത്. ഇതേ സമയം തന്നെ വളരെയധികം സന്തോഷത്തോടെ തന്നെ ശ്രുതിയും കൂടെ അങ്ങോട്ടേക്ക് ഓടി വരികയാട്ടോ. വന്നോടനെ തന്നെ ശ്രുതി ചോദിക്കുന്നുണ്ട്, അമ്മ ഈ ഒരു വീഡിയോ കണ്ടിരുന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് ഏത് വീഡിയോയുടെ കാര്യമാണ് നീ പറയുന്നതെന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ശ്രുതി പറയാണ് ഇവരെങ്ങനെ കാണാനായത്, സോഷ്യൽ മീഡിയയിൽ വന്ന വീഡിയോ അല്ലേ എന്ന് ശ്രുതി മറുപടി പറയുമ്പോഴത്തേക്കും ഇവിടെ ആരൊക്കെ ഉണ്ട് അവരെല്ലാവരും വിളിച്ചു വരുത്തുന്നൊക്കെ നമ്മുടെ ശ്രുതി പറയുന്നുണ്ട്. പിന്നെ ചന്ദ്ര പറയുകയാണ് വർഷയും ശ്രീകാന്തും മാത്രമേ ഇവിടെയുള്ളൂ, അവരെ ഞാൻ വിളിച്ചു വരുത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഇരുവരെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്താം കേട്ടോ. വന്ന ഉടനെ തന്നെ ശ്രീകാന്ത് ചോദിക്കുന്നുണ്ട് എന്താ കാര്യമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞാൻ നിങ്ങളെല്ലാവരും ഒരു സിനിമ കാണിച്ചു തരാമെന്ന് പറയുന്നുണ്ട്. എന്ത് സിനിമയാന്ന് രവി ചോദിക്കുന്ന സമയത്ത് അതൊക്കെ കാണിച്ചിട്ട് അച്ഛനൊന്ന് വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചിയുടെ വീഡിയോ ഇതാണ് കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് രവിക്ക് ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. കൂട്ടത്തിൽ തന്നെ ശ്രുതി പറയുന്നത് കണ്ടില്ല അവൻ വെള്ളമടി നിർത്തിയിട്ടില്ല എന്ന് പറഞ്ഞ് വെറുതെയാണ്, അവൻ രാത്രി മാത്രമല്ല രാവിലെയും വെള്ളമടിക്കുന്നുണ്ട് എന്നൊക്കെയാണ് കുറ്റപ്പെടുത്തി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വർഷ പറയുന്നുണ്ട് അതിന് ഇത്രമാത്രം സച്ചേനെ കുറ്റപ്പെടുത്താനായിട്ട് സച്ചേനെ എന്താ ചെയ്ത് ബാറ് കയറി വെള്ളം അടിക്കുന്നത് അത് സ്വാഭാവികമായിട്ട് എല്ലാവരും ചെയ്യുന്ന കാര്യമല്ലേ എന്ന് പറയുന്ന സമയത്ത് ബാറ് കയറുന്നത് വെള്ളം അടിക്കുന്നതും ഒക്കെ സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അതിനുശേഷം അവൻ വണ്ടി ഓടിച്ചുകൊണ്ട് പോയത് അത് കുറ്റകൃത്യം തന്നെയാണ് ശ്രുതി പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ സച്ചിയുടെ ഒരു വീഡിയോ എല്ലാവർക്കും തന്നെ വളരെയധികം ഷോക്ക് നൽകുന്നുണ്ട് കേട്ടോ. എന്നാൽ ചന്ദ്രയ്ക്ക് വീണ്ടും കിട്ടിയ അവസരം എന്ന് പറഞ്ഞാൽ ചന്ദ്ര രവിയെ കുറ്റപ്പെടുത്തുന്നത്. രവിയോടായിട്ട് പറയുന്നുണ്ട് നിങ്ങളാണ് അവൻ ഇത്രയധികം ചീത്തയാക്കിയത്, അവനെ മര്യാദയ്ക്ക് പിടിച്ചു കെട്ടാത്തത് കൊണ്ടാണ് അവൻ ഇങ്ങനെയൊക്കെ ആയിപ്പോയത്, അവന്റെ ഒരു ഭാര്യ ഉണ്ട് അവളെ രാവിലെ അവന്റെ പുറകെ പോവിൽക്കാനെന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങും. അവർക്ക് ഒന്നും തന്നെ അറിയേണ്ട, കുടുംബത്തിൽ നാണക്കേട് ഉണ്ടാക്കുന്ന രീതിക്ക് മാത്രമേ അവൻ ചെയ്തു വെക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചന്ദ്ര സച്ചിയെ കുറ്റപ്പെടുത്തി സംസാരിക്കാൻ കേട്ടോ. രവിക്കാണെങ്കിൽ ഒരു അക്ഷരം പോലും മിണ്ടാനും ആകുന്നില്ല. പെട്ടെന്ന് രവി ചോദിക്കുന്നത് രേവതി മോള് വന്നു എന്ന് ചോദിക്കുന്ന സമയത്ത് നിങ്ങളുടെ രേവതി മോള് കാരണമാണ് അവൻ ഈ ഒരു അവസ്ഥയിലായത്, അവന് മര്യാദയ്ക്ക് പിടിച്ചു നിർത്താൻ അവർക്ക് അറിയാൻ പാടില്ലാഞ്ഞിട്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ ചന്ദ്ര രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നുണ്ട്. ഈ സമയത്ത് ശ്രീകാന്ത് പറയുന്നുണ്ട് ഒരിക്കലും സച്ചേട്ടൻ വെള്ളം അടിച്ച് ഡ്രൈവ് ചെയ്യാറില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നത് പിന്നെ സച്ചേട്ടൻ വെള്ളം അടിച്ച് ഡ്രൈവ് ചെയ്യാം, അവൻ പിന്നെ നാലുകാലം ഇവിടെ വരുന്നത് നടന്നാണ്, വണ്ടി ഓടിച്ചല്ലേ അവൻ വരുന്നതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ശ്രുതി പറയുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ടെന്ന് ബാക്കി എല്ലാവർക്കും ഒരു തോന്നലുണ്ടാവുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ചന്ദ്ര പറയുന്നതെന്ന് വെച്ചാൽ ഇനി നാട്ടുകാരുടെ മുഖത്തും ഞാൻ എങ്ങനെ നോക്കും, വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും അറിഞ്ഞല്ലോ, ഇപ്പൊ തന്നെ കോൾ വിളികൾ വരും, എങ്ങനെ ഞാൻ ഇതൊക്കെ സഹിക്കും എൻ്റെ ഈശ്വര, അവളും കാരണം ഈ ഒരു കുടുംബത്തിന് നാശമാണല്ലോ ഉണ്ടാവുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചിയെ പ്രാകാവുന്നതിനും ദേഷ്യപ്പെടുത്താവുന്നതിനൊക്കെ ഒരുപാട് തന്നെ ചന്ദ്ര പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ രവിക്ക് ഒരു അക്ഷരം പോലും മിണ്ടാനാകുന്നില്ല കേട്ടോ. കാരണം അതേ രീതിയിലൊരു വീഡിയോ ആണല്ലോ വന്നിരിക്കുന്നത്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വർഷയുടെ അച്ഛൻ്റെ കോള് വർഷയ്ക്കായിട്ട് വരുന്നത്. വേഗത്തിൽ ചന്ദ്ര പറയുന്നുണ്ട് അയ്യോ ഇത് വർഷയുടെ അച്ഛൻ അറിഞ്ഞെന്ന് തോന്നുന്നു, എൻ്റെ ദൈവമേ എനിക്ക് ആകെ
പേടിയാവുന്നു. ഇത് ശ്രുതിയുടെ അച്ഛൻ എങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലേറെ മോശമാവുമെന്നൊക്കെ പറയുന്ന സമയത്താണ് ശ്രുതിയുടെ അച്ഛൻ ജയിലിലല്ല അമ്മേന്ന് ശ്രുതി ചോദിക്കുന്നുണ്ട്. ശ്രുതിയുടെ അച്ഛൻ ജയിലിലായാലും എന്താ, അവളുടെ ഇളയച്ചൻ പുറത്തില്ല, ഇളയച്ചൻ വഴി ശ്രുതിയുടെ അച്ഛൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതിലും വലിയ നാണക്കേടല്ലേ എന്നൊക്കെ ചന്ദ്ര ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ശ്രീകാന്തിന് ഒരു കോൾ വരുന്നത്. ശ്രീകാന്തിന്റെ ഫ്രണ്ടാണ് വിളിക്കുന്നത്. ഫോൺ എടുത്തുകൊണ്ട് ഉടനെ തന്നെ ശ്രീകാന്ത് പറയുന്നുണ്ട്, അതെ അതെന്റെ ഏട്ടനാണ്, എന്താ പറ്റിയത് എന്ന് അറിയില്ല എന്നും പറഞ്ഞിട്ട് ശ്രീകാന്ത് കോളും വിളിച്ചുകൊണ്ട് പോവാണ്. വേഗം ചന്ദ്ര പറയുന്നത് ഓരോരുത്തരായിട്ട് വിളിച്ചു തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ചന്ദ്രയ്ക്ക് ബാമയുടെ കോള് വരുന്നത് കേട്ടോ. ബാമയുടെ കോള് വരുമ്പോൾ കാണുമ്പോൾ തന്നെ ചന്ദ്ര പറയുന്നത് അവളെല്ലാം അറിഞ്ഞിട്ടുണ്ട്, അവളെന്നെ കളിയാക്കാനായിട്ട് വിളിക്കുന്നത്, എനിക്ക് വട്ടില്ല ഫോൺ എടുക്കാൻ എന്നൊക്കെ പറയുന്ന സമയത്ത് ആന്റി ഫോൺ എടുക്കുക, എന്തായാലും ഫോൺ എടുത്തിട്ട് ബാമാന്റി എന്താ പറയുന്നത് കേട്ട് നോക്കുക എന്ന് ശ്രുതി പറയുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചന്ദ്ര ഫോൺ എടുക്കുന്ന സമയത്ത് ബാമ പറയുന്നത് ഈ സച്ചിയുടെ കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഈ ഒരു സമയത്തും നമ്മുടെ സച്ചിയുടെ കാര്യം ഓർത്തുകൊണ്ട് വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും തന്നെ രവി ഒരു അക്ഷരം മിണ്ടാതെ സൈഡിലേക്കായിട്ട് മാറി നിൽക്കുകയാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്ന മധുസൂദനൻ നടന്നു വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹിമയുടെ കോള് വരുന്നത്. മഹിമയുടെ ഫോൺ എടുത്ത ഉടനെ തന്നെ മധുസൂദനായിട്ട് മഹിമ പറയുന്നതെന്ന് പറഞ്ഞാൽ ഏട്ടൻ ഈ ഒരു വീഡിയോ കണ്ടില്ലേ, ഒരു വൈറലായ വീഡിയോ ഉണ്ട്, ഏട്ടന് ഞാൻ അയച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് മഹിമ ആ ഒരു വീഡിയോ അയച്ചു കൊടുക്കുന്ന സമയത്ത് വീഡിയോ കണ്ടുകൊണ്ട് വളരെയധികം സന്തോഷത്തോടെ നിൽക്കുകയാണ് മധുസൂദനൻ. മധുസൂദനൻ മനസ്സിൽ ചിന്തിക്കുകയാണ്, എന്തായാലും ഈ ഒരു വീഡിയോ കൊണ്ട് ഒരു ഉപകാരമായി, അവൻ നാട്ടിലും വീട്ടിലും എല്ലാം നാണം കെടും, അവൻ മാത്രമല്ല രവിയും കുടുംബവും നാണം കെടും, പിന്നീട് ഇവന്റെ വെള്ളമടി കാരണം ഭാര്യയായ രേവതി പിണങ്ങിപ്പോവും, അങ്ങനെ ആ വീട്ടിൽ വളരെയധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്ന സമയത്ത് എന്റെ മോളെയും മരുമകനെ അവിടെ താമസിപ്പിക്കാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇരുവരെ ഇറക്കിക്കൊണ്ട് പോരുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മധുസൂദനൻ ഒരുപാട് തന്ത്രങ്ങൾ ഇങ്ങനെ മെനയാണ് കേട്ടോ. അതായത് ഈ കിട്ടിയിരിക്കുന്ന അവസരത്തിൽ തന്നെ വർഷയും ശ്രീകാന്തിനെ എത്രയും വേഗം തന്നെ വീട്ടിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു സൂത്രപ്പണി ഒപ്പിക്കാനായിട്ട് തുടങ്ങുകയാണ് മധുസൂദനൻ. വേഗം തന്നെ മധുസൂദനൻ അവിടെയുള്ള ഉയർന്നൊരു പോലീസുകാരനെ വിളിച്ചിട്ട് അവിടെ അദ്ദേഹത്തിന്റെ വിശേഷങ്ങളും കാര്യങ്ങളും ചോദിക്കുന്ന കൂട്ടത്തിൽ തന്നെ പറയുന്നുണ്ട്, സാർ ഇത്രയധികം പ്രശ്നമുണ്ടായിട്ട് സാർ ഒന്നും തന്നെ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന സമയത്ത് ആ പോലീസുകാരൻ ചോദിക്കുന്നുണ്ട്, എന്ത് പറ്റി, എന്താ സാർ എന്ന് ചോദിക്കുന്ന സമയത്ത് അപ്പോൾ ഒരു വീഡിയോ വൈറലായതൊന്നും നിങ്ങൾ കണ്ടില്ലേ, ഒരുത്തരും മദ്യപിച്ച് വെള്ളം ഓടിച്ച് നാട്ടുകാർക്കും നാടിനുമെല്ലാം അപകടം ഉണ്ടാകുന്ന രീതിയിലാണ് അവൻ ഓരോരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, എത്രയും വേഗം അവനെ പിടിച്ചു കെട്ടണം, അവന്റെ വണ്ടി പിടിച്ചെടുക്കണം എന്നൊക്കെ ഇങ്ങനെ മധുസൂദനൻ പറയുന്ന സമയത്ത് അദ്ദേഹം ശരിയെന്ന് പറഞ്ഞ് കോള് കട്ടിയാണ് കേട്ടോ. ഇതേ സമയം തന്നെ നമ്മുടെ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് പോകുന്ന സമയത്തും തന്റെ വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയ ആളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് കാരണം കൊണ്ടായിരിക്കും അദ്ദേഹം വണ്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോയി എന്നുള്ള ആകെ ടെൻഷനിൽ നമ്മുടെ സച്ചിക്കുണ്ട് കേട്ടോ. ഈ ഒരു സമയത്താണ് സച്ചിക്ക് വേണ്ടിയിട്ട് ഒരു ലോങ് ട്രിപ്പും പറഞ്ഞുകൊണ്ട് കോള് വന്നിരുന്നത്. അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് സച്ചിയുടെ ഓട്ടം ക്യാൻസൽ ചെയ്യുകയാണ്. സച്ചി കാരണം തിരക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം കാരണം പ്രത്യേകിച്ച് ഒന്നും തന്നെ പറയാതെ തന്നെ കോള് കട്ട് ചെയ്യാണ്. അങ്ങനെ വിളിച്ചവരെല്ലാവരും തന്നെ തന്റെ ഓട്ടം ക്യാൻസൽ ചെയ്യുന്നത് എന്തായിരിക്കും എന്നൊക്കെ സച്ചി ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് സച്ചിക്ക് മറ്റൊരു ഓട്ടം കൂടി വരുന്നത് കേട്ടോ. സച്ചി വേഗം തന്നെ വണ്ടി തിരിക്കാൻ ഒരുങ്ങുന്ന അതേ സമയം തന്നെ അദ്ദേഹം തിരിച്ചു വിളിച്ചിട്ട് ഓട്ടം ക്യാൻസൽ ചെയ്യുകയാണ്. അപ്പൊ എല്ലാവരോടായിട്ട് സച്ചി ചോദിക്കുന്നുണ്ട് എന്ത് കാരണം കൊണ്ടാണ് തന്റെ ഓട്ടം ക്യാൻസൽ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ടെങ്കിൽ ആർക്കും തന്നെ മറുപടി പറയാനില്ലേ. അങ്ങനെ നമ്മുടെ സച്ചി വളരെയധികം സങ്കടത്തോടും അതിലുപരി എന്ത് കാരണം കൊണ്ടായിരിക്കും ഇവർ തന്റെ ഓട്ടം ക്യാൻസൽ ചെയ്തത് എന്നുള്ളൊരു ടെൻഷനിൽ വണ്ടി ഓടിച്ചിട്ട് മുന്നോട്ട് പോവാണ്. ഈ സമയത്താണ് പോലീസുകാർക്ക് എല്ലാവർക്കും തന്നെ ഹെഡ് ഓഫീസിൽ നിന്ന് വിവരം കിട്ടുന്നത്, വണ്ടി ഓടിച്ച് മദ്യലഹരിയിൽ ഒരുത്തൻ വരുന്നുണ്ട്. വൈറലായ വീഡിയോയിലെ ആളത് ഇതിൽ തന്നെ ഈ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത്. അവൻ വന്ന ഉടനെ തന്നെ അവനെ അറസ്റ്റ് ചെയ്യണം, അവന്റെ വണ്ടി പിടിച്ചെടുക്കണം, അവന്റെ ലൈസൻസ് കട്ടാക്കണം, ഇതെല്ലാം ചെയ്തോളാനായിട്ട് പറയുകയാണ്. അങ്ങനെ സച്ചിയുടെ വണ്ടിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരുത്തർ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സമയത്ത് നമ്മുടെ സച്ചി തന്റെ വണ്ടി നഷ്ടപ്പെടാൻ പോവുകയാണ് എന്ന് പോലും അറിയാതെ വളരെയധികം സങ്കടത്തിൽ സച്ചി വണ്ടി ഓടിച്ചുകൊണ്ട് വരുന്ന ആ ഒരു ഭാഗത്തോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.